പിന്നെ പാട്ട് വയ്ക്കുമ്പോൾ സ്പീക്കറിൻ്റെ വൈബ്രേഷൻ നമുക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല വൈബ്രേഷൻ ഉണ്ട് ബാക്കിൽ. ഹായ് മിസ്റ്റർ മലയാളം ടെക്ടോക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു അൺബോക്സിംഗ് ആണ്. POCO X3 ആണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇച്ചിരി ഹെവിയാണ് കണ്ടിട്ട്. ലെറ്റ്സ് ചെക്ക് ഇറ്റ്. യെസ്, അപ്പോൾ ഇതാണ് നമ്മുടെ POCO X3. ഇതിൻ്റെ പുറത്ത് എഴുതിയിരിക്കുന്നത് 120 Hz റിയാലിറ്റി ഫ്ലോ 120 Hz എന്നാണ്. അതിൻ്റെ സ്ക്രീൻ റിഫ്രഷിംഗ് റേറ്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ചിപ്സെറ്റ് വരുന്നത് Qualcomm Snapdragon 732G ആണ്. 6000 mAh ബാറ്ററി കിട്ടുന്നുണ്ട്. 64 MB ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് വന്നിട്ടുള്ളത്. മൊത്തം 6 വേരിയൻറ്റിൽ വരുന്ന POCO X3യിൽ എൻ്റെ കയ്യിലിരിക്കുന്നത് 128 GB സ്റ്റോറേജ് സ്പേസും 6 GB റാമും വരുന്ന വേരിയൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ സീൽ രണ്ടൊന്ന് ബ്രേക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിൻ്റെ വില വരുന്നത് 18,499 രൂപയാണ് ഫ്ലിപ്കാർട്ടിൽ. ഓക്കെ, നമ്മൾ ബോക്സ് അൺബോക്സ് ചെയ്തിരിക്കുന്നു. നമുക്ക് ആദ്യം ഈ കവറിൽ എന്താ ഉള്ളതെന്ന് നോക്കാം. യെസ്, ഇതിൽ സിം ഇജറ്റിംഗ് ടൂൾ ഉണ്ട്, പിന്നെ കുറച്ച് ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. ഇതാണ് നമ്മുടെ പ്രൊട്ടക്റ്റീവ് കവർ ഉണ്ട്. ഇതൊരു നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു കവറാണ്, നല്ല ക്ലിയർ ഉണ്ട്. അതുപോലെ തന്നെ നല്ല ക്ലിയർ ആയിട്ടുള്ള കട്ടിങ് എഡ്ജുകളാണ് വരുന്നത്. ഓക്കെ, ഓവറോൾ ഗുഡ്. ഇനി നമുക്ക് ഫോണിൻ്റെ താഴെ എന്തൊക്കെയാണുള്ളതെന്ന് നോക്കാം. ഇതിൽ ഒബ്വിയസ്ലി ചാർജറും നമ്മുടെ USB കേബിളുമായിരിക്കും. ഓക്കെ, അതെ, ഒരു USB കേബിൾ വരുന്നുണ്ട്. ഇത് C ടൈപ്പ് ആണ്. ഇതിൻ്റെ അകത്ത് റെഡ് കളർ കൊടുത്തിട്ടുണ്ട്. ഇത് വളരെ ലുക്ക് നൽകുന്നുണ്ട്. ഒരു പവർഫുള്ളായിട്ടുള്ള ചാർജിങ് കേബിളാണെന്നുള്ളൊരു ഫീല് നമുക്ക് തരുന്നുണ്ട്. പിന്നെ നമുക്കൊരു 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് അഡാപ്റ്ററാണ് വരുന്നത്. ഇതിനകത്തും ആ റെഡ് കളർ കൊടുക്കുന്നുണ്ട്. അത് നല്ല ലുക്ക് നൽകുന്നുണ്ട്. സംഭവം അത്ര ഹെവി അല്ല, ലൈറ്റ് വെയിറ്റ് ആണ്, കാണുന്ന പോലെ തോന്നുന്നില്ല. അപ്പോൾ നമുക്കിനി നമ്മുടെ ഫോൺ പുറത്തെടുക്കാം. ലിറ്റിൽ ഹെവിയാണ്. 725 ഗ്രാം വെയിറ്റ് വരുന്നുണ്ട്. കാണാൻ നല്ല ലുക്കുണ്ട്. 6.67 ഇഞ്ച് ഡിസ്പ്ലേ ആണ് വരുന്നത്. ഡിസൈൻ ഓവറോൾ ഗുഡാണ്. കൊബാൾട്ട് ബ്ലൂ ടൈപ്പാണിത്. പോക്കോൻ്റെ ഒരു ബാഡ്ജിങ് ഒക്കെ ഉണ്ട്. ബാക്കിലൊരു റൗണ്ട് ഷേപ്പിൽ കളേർഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ക്യാമറ ഒരു സ്ക്വയർ ഷേപ്പിലാണ് വരുന്നത്. ക്യാമറ സെറ്റപ്പ് 64 MB ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. ഇതിൻ്റെ ഡിസൈൻ ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ രസമായിട്ടുണ്ട്. സൈഡിൽ നമുക്ക് ഫിംഗർ പ്രിൻറ്റ് സെൻസർ, ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള പവർ ബട്ടണും പിന്നെ നമ്മുടെ വോളിയം ബട്ടൺസും കാണാം. മുകളിലേക്ക് വരുമ്പോൾ നമുക്ക് സ്പീക്കറിൻ്റെ ഔട്ട്പുട്ടും അതുപോലെ സെക്കൻഡറി മൈക്കിൻ്റെ ഇൻപുട്ടും കാണാം. ഇത് എയർ ബ്ലാസ്റ്റർ ആണ്. നമുക്ക് റിമോട്ടായിട്ട് നമ്മുടെ ഫോൺ ഉപയോഗിക്കാൻ സാധിക്കും വിത്ത് സോഫ്റ്റ്വെയർ. സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് സിം ട്രേ കാണാം. ഇത് ഹൈബ്രിഡ് ആണ്. നമുക്ക് ഒന്നല്ലെങ്കിൽ 2 സിം അല്ലെങ്കിൽ ഒരു മെമ്മറി കാർഡ് ഒരു സിം എന്ന രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ. താഴത്തേക്ക് വരുമ്പോൾ നമുക്ക് C പോർട്ട് ചാർജിങ് പോർട്ടും അതുപോലെ മൈക്കുണ്ട്, സ്പീക്കർ ഗ്രില്ലുണ്ട്, പിന്നെ 3.5 ഹെഡ്ഫോൺ ജാക്കും കാണാം. പിന്നെ സെൽഫി ക്യാമറ വരുന്നത് 20 മെഗാപിക്സലാണ്. നമുക്കിവിടെ സ്പീക്കറിൻ്റെ ഗ്രില്ല് കാണാം. ഓക്കെ, അത്രയൊക്കെയാണ് നമ്മുടെ ആ പുറത്തുനിന്നുള്ള ലുക്ക്. ഇനി നമുക്ക് ഫോൺ ഒന്ന് ഓൺ ചെയ്യാം. ഇതാ പോക്കോ പവർഡ് ബൈ Android 10 MIUI 12 ആണ് നമുക്ക് ഈ ഫോണിൽ വരുന്നത്. ആപ്പ് ലോഡിങ് കുറച്ച് സ്ലോ ആണ്. കാരണം ഒരുപാട് ആപ്പ് ഇതിൽ പ്രീ ഇൻസ്റ്റാൾഡായിട്ട് കിടക്കുന്നുണ്ട് അതിൽ. പക്ഷേ എന്ന് വിചാരിച്ച് പരസ്യങ്ങളൊന്നും വരുന്നില്ല. അങ്ങനെ ആഡിൻ്റെ ഇഷ്യൂസൊന്നും കാണുന്നില്ല ഇപ്പോൾ പോക്കോയിൽ. പിന്നെ ഒരുപാട് ഗെയിംസൊക്കെ ഇതിൽ കിടക്കുന്നുണ്ട്. ചവർ ഗെയിംസൊക്കെ നമുക്ക് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് കളയാം, വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ യൂട്ടിലിറ്റി ടൂൾസ് വരുന്നുണ്ട്. അതിൽ നമുക്ക് വോയിസ് റെക്കോർഡിംഗ്, കാൽക്കുലേറ്റർ എല്ലാം തന്നെ ഉണ്ട്. കോമ്പസ് ഉണ്ട്. യെസ്, കോമ്പസ് ഒന്ന് എടുത്ത് നോക്കട്ടെ. കോമ്പസ് ഒന്ന് ആക്റ്റീവ് ചെയ്യാൻ വേണ്ടി ഫോൺ ഇങ്ങനെ ഒന്ന് നമ്മളിങ്ങനെ സിം ചെയ്യണം. ഞാനൊന്ന് ജസ്റ്റ് ചെയ്ത് നോക്കട്ടെ. യെസ്, കോമ്പസ് റെഡി ആയിട്ടുണ്ട്. നല്ല ആക്യുറേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് സൗണ്ട് ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്യാം. 2 സ്പീക്കർ ഔട്ടാണ് നമുക്ക് വരുന്നത്, മുകളിലും താഴെയായിട്ട്. ഒന്ന് പ്ലേ ചെയ്യാം. ഇവിടെ മുകളിൽ നമുക്ക് സ്പീക്കറിൻ്റെ ഒരു ഔട്ട് സെപ്പറേറ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് ബേസ് ടോൺ അതിൽ നിന്നും കിട്ടും. സാധാരണ ഡ്യുവൽ സ്പീക്കർ ആണെന്നുണ്ടെങ്കിൽ തന്നെ താഴത്തെ സ്പീക്കറിൽ നിന്നാണ് കൂടുതൽ സൗണ്ട് കിട്ടുക. പക്ഷേ ഇതിനിപ്പോൾ 2 സ്പീക്കറിൽ നിന്ന് കൃത്യമായിട്ട് സൗണ്ട് കിട്ടുന്നുണ്ട്. പിന്നെ പാട്ട് വയ്ക്കുമ്പോൾ സ്പീക്കറിൻ്റെ വൈബ്രേഷൻ നമുക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല വൈബ്രേഷൻ ഉണ്ട് ബാക്കിൽ.
പ്ലാസ്റ്റിക്കിൻ്റെ ബോഡി ആയതുകൊണ്ടായിരിക്കണം ഇവിടെ ഒരു ഗ്യാപ്പും ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ ഡിസ്പ്ലേ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6.67 ഇഞ്ചിൻ്റെ IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. അതിൽ 120 ഹെർട്സിൻ്റെ റീഫ്രഷിംഗ് റേറ്റ് ഉണ്ട്. പിന്നെ ഫുൾ HD+ ആണ്. HDR10ൻ്റെ സപ്പോർട്ട് ഉണ്ട്. ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. പിന്നെ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ക്ലിയർ ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. ഇപ്പോൾ വെയിലത്ത് ഞാനിപ്പോൾ ഇത്രയും ഓപ്പൺ സ്പേസിൽ വെച്ചിട്ടാണ് ഇതെല്ലാം ഓൺ ചെയ്ത് കാണിക്കുന്നത്. ഇത്രയും നന്നായിട്ട് നമുക്ക് വിസിബിലിറ്റി കിട്ടുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് ആണ് 240 ഹെർട്സ് ആണ് ഇതിൻ്റെ ടച്ച് സാമ്പിളിംഗ് വരുന്നത്. നമുക്ക് പോക്കോ X2 വ്യത്യസ്തമായിട്ട് ഇതിലിപ്പോൾ നല്ലൊരു അപ്ഡേറ്റ് ആണിത്. നമ്മുടെ ടച്ചിങ് റെസ്പോൺസ് വളരെ കൂടുതലാണ്, നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം. പിന്നെ പെർഫോമൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ Android 10 വിത്ത് MUI 12 ആണ് വരുന്നത്. സ്നാപ്ഡ്രാഗൺ 732G പ്രോസസ്സറാണ് വരുന്നത്. ഇതിൽ എടുത്തു പറയേണ്ടത് ഗെയിം ടർബോ 3.0 ആണ്. അപ്പോൾ നമുക്ക് വളരെ നല്ലൊരു ഗെയിമിംഗ് പെർഫോമൻസ് നമുക്ക് ഈ ഫോൺ ഉപയോഗിച്ച് കിട്ടും എന്നുള്ളതാണ്. ഇനി നമുക്ക് പോക്കോ X3യുടെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കാം. 64 MBയുടെ ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. പക്ഷേ ഇത്തവണ നമുക്ക് സോണി IMX682ൻ്റെ സെൻസറാണ് വരുന്നത്. 13 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് ക്യാമറയും 64 മെഗാപിക്സലിൻ്റെ പ്രൈമറി ക്യാമറയും പിന്നെ 2 മെഗാപിക്സലിൻ്റെ മാക്രോ ക്യാമറയും 2 മെഗാപിക്സലിൻ്റെ തന്നെ ഡെപ്ത് സെൻസറും ഉണ്ട്. പിന്നെ ഫ്രണ്ടിൽ നമുക്ക് 20 മെഗാപിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറയാണ് വരുന്നത്. സെൽഫിയുടെ ഇമേജ് നല്ല രസമുണ്ട്, നല്ല ക്ലിയർ ആയിട്ടുള്ളൊരു ഇമേജ് കിട്ടുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ 3 സെറ്റപ്പിലും മൈക്രോ, വൈഡ്, അൾട്രാ വൈഡ് എന്നീ 3 സെറ്റപ്പിലുള്ള ഫോട്ടോസ് ഒരു പ്ലേസിൽ നിന്നിട്ട് എടുത്തിട്ടുള്ള ഫോട്ടോസ് ഞാൻ കാണിക്കാം. മൈക്രോ ഫോട്ടോ ഇങ്ങനെയല്ല എടുക്കേണ്ടത്, എന്നാലും ഞാൻ ഇങ്ങനെ എടുക്കാൻ കാരണം അതിൻ്റെ ഡെപ്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. വളരെ നല്ലൊരു പെർഫോമൻസ് തരുന്ന സെൻസറാണ്. കാരണം നല്ല ഡൈനാമിക് റേഞ്ചിലുള്ള ഇമേജുകളാണ് നമുക്ക് കിട്ടുന്നത്. നല്ല ആക്യുറേറ്റ് ആയിട്ട് കളേഴ്സ് കിട്ടുന്നുണ്ട്. ഞാൻ തൊട്ട് മുന്നേ ചെയ്തിട്ടുള്ള മോട്ടോ 1 ഫ്യൂഷൻ പ്ലസിൻ്റെ വൈഡ് ആംഗിൾ ലെൻസിലെടുത്ത വീഡിയോസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓവർ സാച്ചുറേറ്റഡ് ആയിട്ടുള്ളൊരു ഇമേജാണ് കിട്ടിയിട്ടുള്ളത്. പക്ഷേ ഇവിടെ പോക്കോയിൽ അങ്ങനെയല്ല, കുറേ കൂടി ക്ലിയർ ആയിട്ടുള്ള നല്ല ആക്യുറേറ്റ് ആയിട്ടുള്ള ഇമേജാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ ക്യാമറയിൽ നമുക്ക് പ്രോ മോഡും അവൈലബിൾ ആണ്. ഇതിൽ നമുക്ക് ISO, എക്സ്പോഷർ, ഫോക്കസ് എല്ലാം തന്നെ നമുക്ക് ഇൻഡിവിജ്വലി സെറ്റ് ചെയ്ത് പ്രൊഫഷണലായിട്ടൊരു ഫോട്ടോ എടുക്കുന്ന പോലെ ഫോട്ടോ എടുക്കാൻ സാധിക്കും. പിന്നെ നമുക്ക് ഇതിൽ പനോരമ ഉണ്ട്. അതുപോലെ തന്നെ ഫോട്ടോയിൽ നമുക്ക് പോർട്രേറ്റ് മോഡും ഉണ്ട്. പോർട്രേറ്റ് മോഡിൽ നമുക്ക് ഡെപ്ത് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷനും കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പോർട്രേറ്റ് ചിത്രം എടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് എത്രമാത്രം ബ്ലർ ആവണം എന്നുള്ളത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ക്യാപ്ചർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ്. പിന്നെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ വ്ളോഗിങ് ഓപ്ഷനും കൂടി ഈ ക്യാമറ സെറ്റപ്പിൽ തന്നെ ഇൻബിൽറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വ്ളോഗ് ചെയ്യുമ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഇത് വളരെ ഉപകാരപ്രദമാണ്. പിന്നെ നമുക്ക് റെയർ ക്യാമറയിൽ 4K 30fps വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഫ്രണ്ട് ക്യാമറയിൽ നമുക്ക് 30 fps ഫുൾ HD ആണ് റെക്കോർഡ് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക. ഇതിൻ്റെ ഒരു റിവ്യൂ ഞാൻ എന്തായാലും അടുത്ത് തന്നെ ഇടുന്നതായിരിക്കും. ഓക്കെ, ബൈ.